ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്ലാസ് 10th ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജീവൻ്റെ ജനിതകം എന്ന പാഠമാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലാദ്യം പറയുന്നത് DNA സ്ഥാനമാണ്. ഇതാണ് DNA സ്ഥാനം. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് DNA കുറിച്ചും ജീനിനെ കുറിച്ചും പ്രോട്ടീൻ നിർമ്മാണത്തൊക്കെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് DNA സ്ഥാനം എവിടെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കോശം, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് കണ്ടോ, ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, ക്രോമസോം ഉള്ളത്. കണ്ടില്ലേ ക്രോമസോം? ആ ക്രോമസോമിൻ്റെ ഇവിടെയായിട്ട് എന്താണ് നമ്മുടെ DNA സ്ഥാനം മനസ്സിലായില്ലേ? നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോമിൻ്റെ ഇവിടെയായിട്ട് DNA. ഇതാണ് DNA. ഓക്കെ, ക്ലിയർ അല്ലേ? DNA പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഇനി DNA ഘടനയാണ് പറയുന്നത്. DNA ഘടന നമുക്കറിയാം. നമ്മുടെ DNA ഒരു ഘടന പറയുന്നത് ഒരു ചുറ്റുകോവണി മാതൃക പോലെയാണ്. ഒരു ഡബിൾ ഹെലിക്സ് മോഡലാണ്. നമ്മളിതാ ഇപ്പോഴത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ഡബിൾ ഹെലിക്സ് മോഡലാണ് അല്ലേ? ഒരു ഡബിൾ ഹെലിക്സ് മോഡലാണ്. അപ്പോൾ ഈ DNA ഈ ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ആരാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. എക്സാമിന് വേണമെങ്കിൽ ചോദിക്കും, DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഓക്കെ, അപ്പം ഇവർ ഈ ഒരു ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ആസ്പദമാക്കിയിട്ടായിരുന്നു? റോസലിൻ ഫ്രാങ്ക്ലിൻ, മോറീസ് വിൽക്കിൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്ക് അവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയിട്ട് അവരുടെ ഒരു എക്സ്റേ പഠനം ഉണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു എക്സ്റേ പഠനത്തിൻ്റെ. അപ്പോൾ ഈ റോസലിൻ ഫ്രാങ്ക്ലിൻ്റെയും മോറീസ് വിൽക്കിൻസിൻ്റെ എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ഇതാണ് നമ്മുടെ ഡബിൾ ഹെലിക്സ് മോഡൽ DNA. എന്താണ് ഡബിൾ ഹെലിക്സ് മോഡൽ DNA? അപ്പോൾ ഇതിൽ ഈ ഇഴകൾ കണ്ടോ, ഇങ്ങനെയുള്ള ഈ ഇഴകൾ പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നുണ്ടാകുന്നതാണ്. ആ ഇഴകൾ പഞ്ചസാര, ഫോസ്ഫേറ്റ്. ഇതാണ് ഫോസ്ഫേറ്റ്, ഈ യെല്ലോ. ഈ ബ്ലൂ ആണ് എന്ത്? പഞ്ചസാര. ആ ഒരു പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഇഴ ഉണ്ടാവുന്നത്. ഇഴ കണ്ടില്ലേ? ഇഴ. പടികളില്ലേ? ഈ പടികൾ, ഈ സ്റ്റെപ്പുകൾ, ഈ ഓറഞ്ചിലൊരു ബ്ലൂയിലെല്ലാം കൊടുത്ത യെല്ലോ, വയലറ്റ്, ആ പടികൾ ഉണ്ടാവുന്നത് നൈട്രജൻ ബേസസ്. കണ്ടില്ലേ നൈട്രജൻ ബേസുകൾ? ഈ നൈട്രജൻ ബേസുകൾ ചേർന്നിട്ടാണ് പടികൾ ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇഴകൾ പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. പടികൾ നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ DNA 4 നൈട്രജൻ ബേസാണുള്ളത്. അഡിനിൻ. എന്താണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിൽ അഡിനിനും തൈമിനുമാണ് ജോഡി ചേരുക. ഗ്വാനിനും സൈറ്റോസിനും. ഒരിക്കലും ഗ്വാനിനും അഡിനിനും ജോഡി ചേരൂല. തൈമിനും സൈറ്റോസിനും ചേരൂല. എന്താണ്? അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും ഇവരാണ് ജോഡി ചേരുക. അത് ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. GC, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, എന്താണ്? സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ. അങ്ങനെയാണ് ജോഡി ചേരുക. ഓക്കെ, അപ്പോൾ ഈ 4 നൈട്രജൻ ബേസും ഓർത്ത് വെക്കണം. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവർ അഡിനിനും തൈമിനും ജോഡി ചേരും, ഗ്വാനിനും സൈറ്റോസിനും ജോഡി ചേരും. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് ന്യൂക്ലിയോടൈഡിനെ കുറിച്ചാണ്. എന്താണ് ന്യൂക്ലിയോടൈഡ്? DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ്. നമ്മുടെ ഈ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡാണ്. ഒരു ന്യൂക്ലിയോടൈഡിൽ ഓരോ ന്യൂക്ലിയോടൈഡും എങ്ങനെയാണ്, ഏത് ഘടകങ്ങളാൽ നിർമ്മിതമാണ്? ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര ഉണ്ടാവും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ്. അപ്പോൾ ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അതിന് നിങ്ങൾക്കിവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു പഞ്ചസാര, ഒരു ഷുഗർ, ഒരു നൈട്രജൻ ബേസ്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാവുക. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, പിന്നെ എന്താണ്? ഒരു നൈട്രജൻ ബേസ്. ക്ലിയർ അല്ലേ?
അടുത്തത് ഫോസ്ഫേറ്റ്. എന്താ ഫോസ്ഫേറ്റ്, എന്താ ഡിയോക്സിറൈബോസ് പഞ്ചസാര, എന്താ നൈട്രജൻ ബേസ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഫോസ്ഫേറ്റ് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫോസ്ഫേറ്റ് എന്താണ്? ന്യൂക്ലിയോടൈഡ് ഇല്ലേ, നമ്മൾ പറഞ്ഞ ന്യൂക്ലിയോടൈഡ്, ഒരു ഫോസ്ഫേറ്റും ഗ്രൂപ്പും ഒരു ഡിയോക്സിറൈബോസ് പഞ്ചസാരയും ഒരു നൈട്രജൻ ബേസും ചേർന്നിട്ടുള്ള ആ ഒരു ന്യൂക്ലിയോടൈഡുകളെ, അങ്ങനെയുള്ള ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ട് ഉണ്ട്. ആ ബോണ്ടുകളുടെ രൂപീകരണത്തിൽ ആര് പങ്കെടുക്കുന്നുണ്ട്? ഫോസ്ഫേറ്റ് പങ്കെടുക്കുന്നുണ്ട്. ഡിയോക്സിറൈബോസ് പഞ്ചസാര എന്താ? 5 കാർബണുള്ള 5 കാർബണുള്ള ഒരു പഞ്ചസാരയാണ് ഡിയോക്സിറൈബോസ് പഞ്ചസാര. നൈട്രജൻ ബേസ് എന്താ? നൈട്രജൻ അടങ്ങിയിട്ടുള്ള, പേരിൽ തന്നെയുണ്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ബേസ്. ബേസ് എന്ന് പറയുമ്പോൾ ആൽക്കലി, നൈട്രജൻ അടങ്ങിയിട്ടുള്ള ആൽക്കലി സ്വഭാവമുള്ള ഒരു സംയുക്തമാണ് നൈട്രജൻ ബേസ്. ഡിയോക്സിറൈബോസ് പഞ്ചസാര 5 കാർബൺ പഞ്ചസാരയാണ്. ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ട് ഉണ്ട്. ആ ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നതാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്രോമസോമാണ്. നമ്മൾ ഇത്രയും സമയം DNA ആണ് പറഞ്ഞത്. ഇനി നമ്മൾ ക്രോമസോമിനെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, DNA കുറിച്ച് പറഞ്ഞു. DNA എങ്ങനെയാണ് പടികൾ, ഇഴകൾ, അതിൽ ഫോസ്ഫേറ്റിനെയും പഞ്ചസാരയും നൈട്രജൻ ബേസിനെയും 4 നൈട്രജൻ ബേസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ജോഡി ചേരുക എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ക്രോമസോമിലേക്കാണ് പോകുന്നത്. അപ്പം ക്രോമസോമിൽ എന്തൊക്കെയാണ് ഉള്ളത്? DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായിട്ടും ക്രോമസോമിലുള്ളത്. ക്രോമസോമിൽ എന്തൊക്കെയാണുള്ളത്? DNA-യും ഹിസ്റ്റോണുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീന്, DNA-യും ഹിസ്റ്റോണുകളും എന്ന പ്രോട്ടീന്, ഇതാണ് DNA ആൻഡ് ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനാണ് ക്രോമസോമിലുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ ഹിസ്റ്റോണുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ. അങ്ങനെ 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നുണ്ട്. എന്താണ്? 8 ഹിസ്റ്റോണുകൾ. നമ്മൾ പറഞ്ഞു ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനും DNA ആണ് ക്രോമസോമിലുള്ളത്. അങ്ങനെയുള്ള 8 ഹിസ്റ്റോണുകളിലെ ഹിസ്റ്റോൺ പ്രോട്ടീന്, അങ്ങനെ 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ, നമുക്കറിയാം ഒക്ടാമർ എന്ന് പറഞ്ഞാൽ 8, അപ്പം ഒക്ടാ പറഞ്ഞാൽ 8, ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നുണ്ട്. എന്നിട്ട് ഈ ഒക്ടാമറില്ലേ, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ, അതിനെ DNA ഇഴകൾ എന്ത് ചെയ്യും? DNA-യുടെ ഇഴകൾ വലയം ചെയ്തിട്ട് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘടന ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞിട്ടുള്ള ഘടന ഉണ്ടാവുന്നത്? DNA-യും ഹിസ്റ്റോണുകളും എന്ന പ്രോട്ടീനുമാണ് ക്രോമസോമിലുള്ളത്. അപ്പോൾ 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവുന്നുണ്ട്. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഉണ്ടല്ലോ ക്രോമസോമിൽ, ആ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിനെ ക്രോമസോമിലുള്ള DNA ആ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA എന്ത് ചെയ്യും? DNA-യുടെ ഇഴകൾ വലയം ചെയ്തിട്ട് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘടന ഉണ്ടാക്കും. എന്താണ് ന്യൂക്ലിയോസോം? അങ്ങനെ നിരവധി ന്യൂക്ലിയോസോമുകൾ, എന്താണ് ഈ ഒക്ടോമറിനെ DNA ഇഴകൾ നമ്മൾ പറഞ്ഞു വലയം ചെയ്തിട്ട് ന്യൂക്ലിയോസോം ഉണ്ടാവും. അങ്ങനെ നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്തിട്ട്, അതിനടുക്കി കുറേ ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്തിട്ടും ചുരുളുകളാക്കിയിട്ടൊക്കെ എന്താ ഉണ്ടാക്കും? ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയിട്ടാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. അതായത് ഈ ന്യൂക്ലിയോസോമില്ലേ, ആ ന്യൂക്ലിയോസോമിനെ അടുക്കി ചേർത്തിട്ട് ചുരുളുകളാക്കിയിട്ട് ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കും. ആ ഒരു ന്യൂക്ലിയോസോമിനെ ചുരുളുകളാക്കിയിട്ടാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡ്. ഇത് ഞാനിപ്പം പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇത്രയും സമയം പറഞ്ഞുതരാം. ഓക്കെ, നമുക്കത് നോക്കാം. ഇവിടെ കാണുന്നുണ്ടാവും നമ്മുടെ DNA ഇഴ, കാണുന്നില്ലേ? DNA-യുടെ ഇഴകൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഈ പിങ്ക് കളറിലുള്ള. അങ്ങനെ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകളെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ആര് വലയം ചെയ്യുന്നുണ്ട്? നമ്മുടെ DNA-യുടെ ഇഴകൾ വലയം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്, ഇതാണ് ഒരു ന്യൂക്ലിയോസോം. ആ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA വലയം ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു ഇതാണ് ഹിസ്റ്റോൺ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഇതാണ് ഒരു ന്യൂക്ലിയോസോം. അങ്ങനെ ന്യൂക്ലിയോസോമുകളെ അടുക്കി ചുരുളുകളാക്കി ആക്കിയിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ക്രോമസോം ഉണ്ടാവുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താ പറഞ്ഞേ? ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ പിക്ചർ കാണിച്ചു തന്നാൽ വേഗം മനസ്സിലാവും. നോക്കാം, ഇതാണ് സെൻട്രോമിയർ. നടുക്കുള്ള ഈ സാധനമാണ് സെൻട്രോമിയർ. അപ്പോൾ ഒരു ക്രോമസോമിനെ സെൻട്രോമിയറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനമാണ് ക്രോമാറ്റിഡ്. ഞാനിതിവിടെ ചിത്രം വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഒരു ക്രോമസോം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്? സെൻട്രോമിയർ. ഈ നടുക്കുള്ള ഇതാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രോമസോമിനെ സെൻട്രോമിയറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡ്. അപ്പോൾ ഇതാണ് ക്രോമാറ്റിഡ്. ഇങ്ങനത്തതാണ് ക്രോമാറ്റിഡ്. ഇത് ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് ക്രോമസോം.
ക്രോമസോമിനെ സെൻട്രോമിയറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളാണ് എന്ത് ക്രൊമാറ്റിഡുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. ഇവിടെ മനുഷ്യരിലെ ക്രോമസോമുകളാണ് പറയുന്നത്. നമ്മൾ മനുഷ്യരിലുള്ള ക്രോമസോമുകളാണ് പറയുന്നത്. അപ്പം നമ്മുടെ മനുഷ്യരിൽ 23 ജോഡി ക്രോമസോമാണ് ഉള്ളത്. എന്താണ് 23 ജോഡി ക്രോമസോം? അങ്ങനെ പറഞ്ഞാൽ 46 ക്രോമസോമാണ് മനുഷ്യരിൽ ഉള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ മനുഷ്യരിൽ 2 തരം ക്രോമസോം ഉണ്ട്. സ്വരൂപ ക്രോമസോമും ഉണ്ട്, ലിംഗനിർണയ ക്രോമസോമും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ സ്വരൂപ ക്രോമസോമാണ് നോക്കാൻ പോകുന്നത്. ഈ സ്വരൂപ ക്രോമസോമുകൾ നമ്മുടെ ശാരീരിക സവിശേഷതകളെ, നമ്മുടെ ശാരീരികമായിട്ടുള്ള സവിശേഷതകളെ, നമ്മുടെ ക്യാരക്ടേഴ്സിനെ, ആ ഒരു ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോം ഏതാണ്? സ്വരൂപ ക്രോമസോമാണ്. അത് 22 ജോഡി സ്വരൂപ ക്രോമസോമാണ് ഉള്ളത്. ഇതാണ് 22 ജോഡി എന്ന് പറയുമ്പം 22 ജോഡി എത്രയാണ്? 44. ബാക്കി 2 ബാക്കിയില്ലേ? 44, 46 ഉള്ളത്. 44 എണ്ണം സ്വരൂപ ക്രോമസോമാണ്. അതായത് 22 ജോഡി എന്ന് പറയുന്നത് 44. ഓക്കെ, അങ്ങനെ ഒരുപോലെയുള്ള 22 ജോഡി സ്വരൂപ ക്രോമസോമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നാണ് സമരൂപ ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയും. അതായത് ഒരുപോലെയുള്ള, എന്താണ് ഹോമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപോലെ, സമ എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? സമരൂപ ക്രോമസോമുകൾ. ഈ സമരൂപ ക്രോമസോമുകളിൽ ഒന്ന് മാതാവിൽ നിന്നും മറ്റും നമ്മുടെ പിതാവിൽ നിന്നും ലഭിച്ചതാണ്. ഇതാണ് ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നിട്ടാണ് സമരൂപ ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. അവയിൽ ഒന്ന് മാതാവിൽ നിന്നായിരിക്കും, മറ്റൊന്ന് എവിടുന്നാണ്? പിതാവിൽ നിന്നും ലഭിച്ചതാണ്. ഓക്കെ, ഇതാണ് ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമാണ്. 22 ജോഡിയാണ് ഉള്ളത്, മറക്കല്ല. 22 ജോഡി സ്വരൂപ ക്രോമസോം, അതായത് 44. മനുഷ്യ ശരീരത്തിൽ ആകെ 46 ഉള്ളത്, അതായത് 23 ജോഡി. അടുത്ത നമ്മൾ ലിംഗനിർണയ ക്രോമസോമാണ് നോക്കുന്നത്. ലിംഗനിർണയ ക്രോമസോമുകൾ ലിംഗനിർണയത്തിന് കാരണമാകുന്നത്, നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ള ലിംഗനിർണയം ഇല്ലേ, അതിന് കാരണമാകുന്ന ക്രോമസോമാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ 46 എണ്ണം ഉള്ളത്. അതിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമാണ്, ബാക്കി 2 എണ്ണം ബാക്കിയുണ്ട്. ആ 2 എണ്ണമാണ് എന്ത്? ലിംഗനിർണയ ക്രോമസോം എന്ന് പറയുന്നത്. അത് 2 തരമുണ്ട് ലിംഗനിർണയ ക്രോമസോം. എക്സ് ക്രോമസോമും ഉണ്ട്, വൈ ക്രോമസോമും ഉണ്ട്. എന്താണ്? എക്സ് ക്രോമസോമും ഉണ്ട്, വൈ ക്രോമസോമും ഉണ്ട്. വൈ ക്രോമസോം എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. ഈ വൈ ക്രോമസോം എന്താണ്? ചെറുതായിരിക്കും. എക്സ് ക്രോമസോമുകളായിരിക്കും വലുത്. ഓക്കെ, ഈ വൈ ക്രോമസോമില്ലേ, ചെറുതായിട്ടുള്ള വൈ ക്രോമസോമിൽ ഒരു സ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ജീനുണ്ട്, SRY, സ്രൈ ജീനുണ്ട്. ആ സ്രൈ ജീനാണ് ഭ്രൂണത്തിൽ, ആ ഒരു ചെറിയ ഫോട്ടസിൽ, ഒരു ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ, അതായത് ടെസ്റ്റിസ് എന്ന് പറയും, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള വൃഷണം, ആ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത് വൈ ക്രോമസോമിലുള്ള സ്രൈ ജീനാണ്. ഓക്കെ, ഈ ജീനിൻ്റെ പേര് മറക്കരുത്, സ്രൈ ജീൻ. എവിടെയാണ് ഉണ്ടാകുന്നത്? വൈ ക്രോമസോമിൽ. എന്തിൻ്റെ വികാസത്തിന് കാരണമാകുന്നത്? ഭ്രൂണത്തിൽ എന്താണ്? വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നുണ്ട്. 2 ലിംഗനിർണയ ക്രോമസോമാണ് ഉള്ളത്, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. ഏതാണ് ചെറുത്? വൈ ക്രോമസോമാണ് ചെറുത്. ഓക്കെ, നമുക്കിവിടെ സ്വരൂപ ക്രോമസോമുകളുടെ ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? 22 ജോഡി. ഇപ്പുറത്ത് ലിംഗനിർണയ ക്രോമസോമും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾക്ക് തിരിയും, വൈ ക്രോമസോം ചെറുതാണ്. കണ്ടില്ലേ? ഓക്കെ, ഇനി എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? സ്ത്രീകളിൽ 44, നമുക്കറിയാം 44 എന്താണ്? നമ്മുടെ സ്വരൂപ ക്രോമസോമാണ്. 44 പ്ലസ് XX, ലിംഗനിർണയ ക്രോമസോം സ്ത്രീകളിൽ XX ആണ്. പുരുഷനിൽ 44 പ്ലസ് XSY ആണ്. എന്താണ്? സ്വരൂപ ക്രോമസോം രണ്ടാക്കും ഒരുപോലെ തന്നെ. അതിൽ പിന്നെ ലിംഗനിർണയ ക്രോമസോം പുരുഷനിൽ XY ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്കിത് കംപ്ലീറ്റ് ആക്കി നോക്കാം. സ്ത്രീകളിലെ ജനിതക ഘടന ഏതാണ്? 44 പ്ലസ് XX ആണ്. ആകെ ക്രോമസോമുകളുടെ എണ്ണം 44 പ്ലസ് 2 46 ആണ്. സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്രയാ? 44 ആണ്. ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണം എത്രയാ? 2 ആണ്. ഏതൊക്കെയാണ്? എക്സും. ഓക്കെ, ഇനി പുരുഷന്റെ ജനിതക ഘടന 44 പ്ലസ് XY ആണ്. ആകെ ക്രോമസോം 46 ആണ്. സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 44 തന്നെയാണ്. ഇനി ലിംഗനിർണയ ക്രോമസോം 2 എണ്ണമാണ്, പക്ഷെ അതിൻ്റെ തരം XY ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻസിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നോക്കാം. ഇനി പറയുന്നത് ജീൻ. നമുക്കറിയാം, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ജീൻ. എന്താണ് ജീൻ? നമ്മുടെ DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ.
നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്താണെന്നൊക്കെ മുന്നേ പറഞ്ഞു. എന്താണ്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു ഡിയോക്സിറൈബോസ് പഞ്ചസാരയും പിന്നെന്താണ് ഒരു നൈട്രജൻ ബേസൊക്കെ ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ഒരു ശ്രേണിയാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീൻ എന്താണ്? ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനാണ് എന്താണ് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും. ഇതൊക്കെ നമുക്കറിയാം. എന്താണ്? ജീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷത നിയന്ത്രിക്കുന്നതൊക്കെ അറിയാം. അപ്പോൾ ഈ ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഒക്കെ. അപ്പം ജീൻ എന്താണ്? DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജീനുകൾ ഇതാണ് ക്രോമസോമിൽ DNA ഇതാ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണി. ജീൻ 1 നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണി. ജീൻ 2 കണ്ടില്ലേ? മനസ്സിലായില്ലേ? അടുത്തത് RNA. DNA പോലെ തന്നെയുള്ള മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA എന്ന് പറയുന്നത്. ഇവയിലും എന്താണ്? ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. എന്താണ്? ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര. DNA ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ്, ഇവിടെ വെറും റൈബോസ് പഞ്ചസാരയാണ്. ഇതാണ് ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എന്താണ്? RNA റൈബോസ് പഞ്ചസാരയാണ്, DNA ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു നൈട്രജൻ ബേസും ഉണ്ടാവും. ഓക്കെ, അപ്പം RNA നൈട്രജൻ ബേസിലും ഒരു മാറ്റമുണ്ട്. RNA അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നാണ്. ഈ അഡിനിൻ രണ്ടിലും സെയിമാണ്, ഗ്വാനിനും സെയിമാണ്, സൈറ്റോസിനും സെയിമാണ്. DNA തൈമിന് പകരം RNA യുറാസിലാണ്. ഓക്കെ, മാറിപ്പോലല്ലോ. പിന്നെ മിക്ക RNAകളും ഒരു ഇഴയുള്ളതാണ്. RNAകൾ എന്താണ്? ഒരു ഇഴയുള്ളതാണ്. മിക്ക RNAകളും ഒരു ഇഴയുള്ളതാണ്. അത് അടുത്തൊരു ചിത്രത്തിലുണ്ട്. ഇതാ, മിക്ക RNAകളും ഒരു ഇഴയുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലുള്ള വ്യത്യാസം നോക്കാം. DNA RNA കൊടുത്തിട്ടുണ്ട്. ഇഴകളുടെ എണ്ണം, DNA ഇഴകളുടെ എണ്ണം എത്രയാ? 2. നമ്മൾ പറഞ്ഞു 2 ഇഴയാണ്. RNA ഒരു ഇഴയാണ്. പഞ്ചസാര തന്മാത്രയുടെ തരം DNA ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ്. RNA റൈബോസ് പഞ്ചസാരയാണ്. ഡിയോക്സി ഇല്ല, റൈബോസ് പഞ്ചസാര. DNA നൈട്രജൻ ബേസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA അഡിനിനും ഗ്വാനിനും സൈറ്റോസിനും ഉണ്ട്. തൈമിന് പകരം യുറാസിൽ കയറും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോട്ടീൻ നിർമ്മാണമാണ്. എന്താണ്? പ്രോട്ടീൻ നിർമ്മാണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മാണം എന്ന്. അപ്പോൾ ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. എന്താണ്? നമ്മൾ ജീനിനെ കുറിച്ചൊക്കെ പറഞ്ഞു. DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ എന്ന് പറഞ്ഞു. ആ ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീനുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? റൈബോസോമിലാണ്. നമ്മുടെ കോശത്തിനുള്ളിലുള്ള റൈബോസോമിലാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. ഇത് ഓർത്ത് വെക്കുക. എവിടെയാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്? റൈബോസോമിൽ. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ നിർമ്മാണത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ആ 2 ഘട്ടങ്ങളുടെ പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഈ പേര് കേട്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പ്രോട്ടീൻ നിർമ്മാണത്തിലെ 2 ഘട്ടങ്ങൾ ഏതാണ്? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനുമാണ്. നമുക്കിതെന്തൊക്കെയാ നോക്കാം. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിലെ ഘട്ടങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ട്രാൻസ്ക്രിപ്ഷൻ, ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ആണ് നോക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ക്രിപ്ഷനിൽ DNA ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ എന്ത് രൂപപ്പെടുന്നു? mRNA രൂപപ്പെടുന്നു. കണ്ടോ? ഇതാണ് നമ്മുടെ DNA. ഇതാണ് DNA. ഈ DNA ന്യൂക്ലിയോടൈഡ് ശ്രേണി ഉണ്ടല്ലോ, അതിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ ആര് രൂപപ്പെടുന്നു? mRNA രൂപപ്പെടുന്നു. മെസ്സഞ്ചർ RNA എന്ന് പറയും. mRNA രൂപപ്പെടുന്നു. കാണുന്നുണ്ട് ഇവിടെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ട്രാൻസ്ക്രിപ്ഷൻ. അങ്ങനെയാണ്. എന്താണ്? DNA ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ, കുറേ എൻസൈമുകളുടെ സഹായത്താലാണ് എന്ത് രൂപപ്പെടുന്നത്? mRNA രൂപപ്പെടുന്നത്. ഈ mRNA എന്തടങ്ങിയിട്ടുണ്ട്? പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം. ഈ mRNA കാണുന്ന പോലെ ചെറുതൊന്നല്ല, അതിലെന്തുണ്ട്? പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ ക്ലിയർ അല്ലേ? നമുക്കിനി ട്രാൻസ്ലേഷൻ നോക്കാം. ട്രാൻസ്ലേഷനിൽ എന്താ പറയുന്നത്? ട്രാൻസ്ലേഷനിൽ എന്താ? ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിൽ ആരെത്തും? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണല്ലോ mRNA ഉള്ളത്. കാരണം എന്താ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള DNA
ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമിനുള്ളിലുള്ള DNA നിന്നാണ് ആര് രൂപപ്പെട്ടത്? mRNA രൂപപ്പെട്ടത്. അങ്ങനെ ന്യൂക്ലിയസിനുള്ളിൽ നിന്നും റൈബോസോമിലെത്തും. റൈബോസോമിലാണല്ലോ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശം, mRNAയിൽ എന്ത് സന്ദേശമുണ്ട്? പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശമുണ്ട്. അപ്പോൾ ആ ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശം അനുസരിച്ചിട്ട് tRNA ഉണ്ട്, ട്രാൻസ്ഫർ RNA. അതെന്ത് ചെയ്യും? നിശ്ചിത അമിനോ ആസിഡുകളെ, ആ ഒരു mRNAയിലെ സന്ദേശത്തിന് അനുസൃതമായിട്ടുള്ള അമിനോ ആസിഡുകളെ tRNA എവിടെ എത്തിക്കും? റൈബോസോമിൽ എത്തിക്കും. എന്നിട്ട് റൈബോസോമിന്റെ ഭാഗമായിട്ടുള്ള ഒരു RNA ഉണ്ട്, റൈബോസോമൽ RNA പറയും. ആ RNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യും? പ്രോട്ടീനുകൾ നിർമ്മിക്കും. tRNA കൊണ്ടുവന്ന അമിനോ ആസിഡുകളില്ലേ, ആ അമിനോ ആസിഡുകളെ RNA കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യും? പ്രോട്ടീനുകൾ നിർമ്മിക്കും. അത് ഈ പിക്ചറിൽ തന്നെ അതും പറയുന്നുണ്ട്. ഇതാ ട്രാൻസ്ലേഷൻ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. mRNA റൈബോസോമിൽ എത്തിച്ചിട്ട് mRNA എന്ത് ചെയ്യുന്നു? mRNAയിലെ സന്ദേശം റൈബോസോമിൽ എത്തുന്നു. എന്നിട്ട് ആ ഒരു സന്ദേശത്തിനനുസരിച്ചിട്ട് tRNA അമിനോ ആസിഡുകൾ എത്തിക്കുന്നുണ്ട്. ആ അമിനോ ആസിഡുകളെ RNA കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ നമ്മുടെ DNA. എന്താണ് നമ്മുടെ DNA-യിലെ DNA-യിലെ ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ ആര് രൂപപ്പെടുന്നു? mRNA രൂപപ്പെടുന്നു. ഈ mRNA ഇതാണ് ട്രാൻസ്ക്രിപ്ഷനെ. mRNA രൂപപ്പെട്ടു, ട്രാൻസ്ക്രിപ്ഷൻ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ mRNAയിലെ സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു? നേരെ റൈബോസോമിലേക്ക് പോകുന്നു. ഇതാണ് റൈബോസോമിലേക്ക് എത്തുന്നു. ഓക്കെ, റൈബോസോമിൽ എത്തിയിട്ട് ആ ഒരു സന്ദേശം അനുസരിച്ചിട്ട് tRNA കണ്ടോ, ട്രാൻസ്ഫർ RNA, അവരെന്ത് ചെയ്യും? ആ mRNAയിലെ സന്ദേശം അനുസരിച്ചിട്ട് അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കും. ഓക്കെ, എന്നിട്ട് റൈബോസോമിൽ ഈ ഒരു അമിനോ ആസിഡ് ഇല്ലേ, ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർക്കും. ആരാ കൂട്ടിച്ചേർക്കുക? അടുക്കളാക്കി വെക്കുക RNA. റൈബോസോമിലുള്ള ഒരു RNA ആണ് RNA, റൈബോസോമൽ RNA. ആ RNA ഈ ഒരു അമിനോ ആസിഡുകളെ അടുക്കി ചേർത്ത് വെച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. അതാണ് ആ ഒരു സെക്കൻഡ്. ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ട്രാൻസ്ക്രിപ്ഷനിൽ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്നു. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. പിന്നെ mRNAയിൽ എന്തുണ്ട്? പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള കോഡുകൾ, സന്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് ട്രാൻസ്ക്രിപ്ഷനിൽ എഴുതേണ്ടത്. ട്രാൻസ്ലേഷനിൽ ന്യൂക്ലിയസിൽ നിന്ന് റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശം അനുസരിച്ചിട്ട് tRNA എന്ത് ചെയ്യും? അമിനോ ആസിഡുകളെ റൈബോസോമിലെത്തിക്കും. റൈബോസോമിന്റെ ഭാഗമായിട്ടുള്ള RNA എന്ത് ചെയ്യും? RNAയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് എന്ത് ചെയ്യും? അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഓക്കെ, ഇതാണ് പ്രോട്ടീൻ നിർമ്മാണം. ക്ലിയർ അല്ലേ? പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് റൈബോസോമിലാണ്. നിങ്ങൾ ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നന്നായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കി വെക്കണം. വേണമെങ്കിൽ ഈ ചിത്രത്തിൽ എക്സാമിന് ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ ബ്ലാങ്ക് ആക്കാം, ട്രാൻസ്ലേഷൻ ഇവിടെ ബ്ലാങ്ക് ആക്കാം, tRNA, പ്രോട്ടീൻ, ഈ mRNA അതൊക്കെ ബ്ലാങ്ക് ആക്കി തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ക്രിപ്ഷൻ എഴുതണം. ഇത് കണ്ടാൽ mRNA ആണെന്ന് മനസ്സിലാകണം. ഈ അടുക്കി ചേർത്തത് പ്രോട്ടീൻ ആണെന്നും ഈ ഒരു അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നത് tRNA ആണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ ട്രാൻസ്ലേഷൻ ആണ് നടക്കുന്നതൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ചിത്രം തന്നിട്ട് ഇത് ഏത് പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ നിർമ്മാണം എഴുതാൻ കൂടി നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരം RNAകളാണ്. നമ്മളിപ്പോൾ 3 തരം RNAകൾ പറഞ്ഞു: mRNA, tRNA, rRNA. ഈ mRNA എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNA ആണ്. എന്താണ്? മെസ്സഞ്ചർ RNA. tRNA എന്താണ്? ട്രാൻസ്ഫർ RNA. മുമ്പത്തെ ട്രാൻസ്ഫർ RNA. ഈ rRNA റൈബോസോമൽ RNA ആണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. mRNA മെസ്സഞ്ചർ RNA എന്ന് പറഞ്ഞു. അപ്പോൾ DNA-യിലെ ജനിതക വിവരങ്ങൾ റൈബോസോമിലേക്ക് കൊണ്ടുപോകുന്ന RNA, മെസ്സേജസിനെ കൊണ്ടുപോകുന്ന RNA ആണ്. അതായത് DNA-യിലുള്ള ജനിതക വിവരങ്ങൾ നമുക്കറിയാം. DNA-യിൽ നിന്നാണ് mRNA രൂപപ്പെടുന്നത്. അപ്പോൾ ആ DNA-യിലുള്ള ജനിതക വിവരങ്ങളെ റൈബോസോമിലേക്ക്, mRNA പിന്നെ റൈബോസോമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് DNA-യിലെ ജനിതക വിവരങ്ങൾ റൈബോസോമുകളിലേക്ക് കൊണ്ടുപോകുന്ന RNA ആണ് mRNA എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കോഡ് ഏതിലുണ്ട്? mRNA-യിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് tRNA ആണ്. എന്താണ് tRNA? ഇതിൻ്റെ ട്രാൻസ്ഫർ RNA. അപ്പോൾ അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിച്ചിട്ട് mRNA-യിലെ കോഡിനനുസരിച്ച് പ്രോട്ടീൻ നിർമ്മിക്കാൻ സഹായിക്കുന്ന RNA. നമുക്കറിയാം, ട്രാൻസ്ഫർ അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുകയാണ്. അമിനോ ആസിഡുകൾ
റൈബോസോമിലേക്ക് എത്തിച്ചിട്ട്, അതായത് mRNA ഇല്ലേ, റൈബോസോമിലെത്തിയ mRNA, അതിൽ എന്തുണ്ട്, പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കോഡുണ്ട്. ആ mRNA കോഡിനനുസരിച്ചിട്ട് അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിച്ചിട്ട് പ്രോട്ടീൻ നിർമ്മിക്കാൻ സഹായിക്കുന്ന RNA ആണ് tRNA എന്ന് പറയുന്നത്. ഓക്കെ, അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിച്ചിട്ട് എന്തനുസരിച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മിക്കാൻ സഹായിക്കുന്നത്? mRNA കോഡിനനുസരിച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു RNA ആണ് tRNA എന്ന് പറയുന്നത്. അടുത്തത് rRNA ആണ്. എന്താണ് rRNA? rRNA എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൈബോസോമൽ RNA ആണ്. ഇത് റൈബോസോമുകളുടെ ഒരു പ്രധാന ഘടകമാണ്. പിന്നെന്താണ്, അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട്. നമ്മൾ കണ്ടു, tRNA കൊണ്ടുവരുന്ന പ്രോട്ടീനെ അടുക്കി വെച്ചിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ rRNAയുടെ ഇതെന്താ ഫംഗ്ഷൻ, എന്താ? അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന്, അമിനോ ആസിഡുകൾ അടുക്കി ചേർക്കുമ്പോൾ അവിടെ ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ, ആ ഒരു ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നത് rRNA ആണ്. റൈബോസോമുകളുടെ പ്രധാന ഘടകമാണ്. ഇനി ഈ പാർട്ടിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം DNA കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ക്രോമസോമിനെ കുറിച്ച് പറഞ്ഞു, RNA കുറിച്ച് പറഞ്ഞു, പ്രോട്ടീൻ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. അപ്പം ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.